വെൽക്കം ടു പ്ലാന്റ് സപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോസ്കോപ്പിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ 3 ടൈപ്പ് സെമ്മ്, ടെമ്മ്, സ്റ്റെം ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് മൈക്രോസ്കോപ്പിയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ആദ്യമായിട്ട് ഇത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയും ലൈറ്റ് മൈക്രോസ്കോപ്പിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ബേസ് ചെയ്തിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുന്നു. നമുക്ക് ഓരോ ഫീച്ചർ ബേസ് ചെയ്തിട്ട് ആ ഒരു കമ്പാരിസൺ നോക്കാം. ഒന്നാമത്തത്, നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ, അതായത് ഇവിടെ ഇലക്ട്രോൺ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പ് ആകുമ്പോൾ അവിടെ വിസിബിൾ ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇലക്ട്രോണിൽ ബീം ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Then ലെൻസ് യൂസ് ചെയ്യുന്ന ലെൻസസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണെങ്കിൽ ലൈറ്റിലോ ഗ്ലാസ് ലെൻസസ് ആണ് അല്ലെ, ലൈറ്റ് പാസ് ചെയ്ത് പോവാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇനി റെസൊല്യൂഷൻ ആണ് ഒരു പ്രിൻസിപ്പിളിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിരുന്നു റെസൊല്യൂഷൻ അല്ലെങ്കിൽ റിസോൾവിംഗ് പവർ. വളരെ കൂടുതൽ ആർക്കാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനാണ്. ഏകദേശം 0.1 to 1 നാനോമീറ്റർ ആണ് അവിടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ലൈറ്റിനാണെങ്കിൽ ലോവർ ആണ്, അപ്രോക്സിമേറ്റ്ലി 200 നാനോമീറ്റർ ഒക്കെയാണ് ലൈറ്റിന്റെ റെസൊല്യൂഷൻ. ദെൻ മാഗ്നിഫിക്കേഷൻ പവറും കൂടുതൽ ആർക്കാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനാണ്. ഓക്കെ, ഏകദേശം 1 lakh ടൈംസ് ഒക്കെ ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ലൈറ്റ് മൈക്രോസ്കോപ്പി ഏകദേശം 1000 മുതൽ 2000 വരെ ആ ഒരു മടങ്ങാണ് ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ. മീഡിയം, അതായത് ഈ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യണമെങ്കിൽ വാക്വത്തിലൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രോൺ ബീം പാസ് ചെയ്യാൻ ഒരു വാക്യൂം ആവശ്യമാണ്. പക്ഷെ ലൈറ്റ് ആയതുകൊണ്ട് ഇവിടെ വാക്യൂം ഇല്ല, എയർ മതിയാകും. Then ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് മെയിൻലി ഡെഡ് ആയിട്ടുള്ള സ്പെസിമെൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലൈറ്റിൽ ലിവിങ് ആൻഡ് ഡെഡ് സ്പെസിമെൻസിനെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഇലക്ട്രോണിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് ടൈപ്പ്, അവയുടെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ, ഗ്രേ സ്കെയിൽ ആയിരിക്കും. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കളേർഡ് ആയിട്ടുള്ള നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ആയാലും കളേർഡ് ആയിരിക്കും. പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നില്ല. സ്പെസിമെന്റെ തിക്നെസ്, നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി 2 ടൈപ്പ് പഠിക്കുന്നുണ്ടല്ലോ, ടെമ്മും സെമ്മും പഠിക്കുന്നുണ്ട്. അതിൽ ടെമ്മ് എന്ന് പറയുന്നത് സെക്ഷൻ വെരി തിൻ ആയിട്ടുള്ള, അൾട്രാ തിൻ ആയിട്ടുള്ള, നമ്മളൊരു ഡയമണ്ട് നൈഫ് ഒക്കെ യൂസ് ചെയ്തിട്ട് സെക്ഷൻ എടുത്തിട്ടുള്ള വളരെ അൾട്രാ തിൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ടെമ്മിന്റെ കേസിൽ. സെമ്മിൽ നമ്മൾ 3D വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ, സെമ്മിൽ 3D വ്യൂ ആണ് കിട്ടുന്നത്, അവിടെ സെക്ഷനിങ് ഇല്ല. ലൈറ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് തിക്കനിങ്ങും ആകാം, അൾട്രാ തിന്നിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. പക്ഷെ ലൈറ്റ് സിമ്പിൾ ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ദെൻ കോസ്റ്റ്, ഇലക്ട്രോൺ വെരി എക്സ്പെൻസീവ് ആണെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പി റിലേറ്റീവ്ലി ചീപ്പർ ആണ്. ഇലക്ട്രോണിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് സെമ്മ്, ടെമ്മ്, സ്റ്റെം ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പി സിമ്പിൾ, കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണം നമ്മൾ ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG കാലഘട്ടങ്ങളിൽ പലതവണ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്രയാണ് ഇലക്ട്രോൺ വേഴ്സസ് ലൈറ്റ് മൈക്രോസ്കോപ്പിയുടെ ആ ഒരു കമ്പാരിസൺ. ഇപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ ഏതൊക്കെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ഇലക്ട്രോൺ ബീം ആണ്, ലെൻസസ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ്, വാക്യൂം വേണം എന്നൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് ആ ഒരു 3 ടൈപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ പെട്ടെന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ്, സെം. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സെമ്മിലൂടെ നമുക്ക് കിട്ടുന്നത് 3D വ്യൂ ആണ്, അതായത് സർഫേസിന്റെ വ്യൂ ആണ്, ടോപ്പോഗ്രഫി ആണ്. ഓക്കെ, ഇതിപ്പം നമ്മൾ ഈസ്റ്റ് സെൽ ആണ് കേട്ടോ. ആ ഈസ്റ്റ് സെല്ല് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വഴി വ്യൂ ചെയ്തിട്ടുള്ള ഒരു ഈസ്റ്റിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ അവയുടെ 3D വ്യൂ ആണല്ലോ കിട്ടിയിട്ടുള്ളത് അല്ലെ, 3D അല്ലെങ്കിൽ സർഫേസ് വ്യൂ ആണ്. അപ്പം സ്കാനിങ്ങിന്റെ സർഫേസ് വ്യൂ, ആ ഒരു കാര്യത്തിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അവയുടെ മെയിൻ ആയിട്ടുള്ള എങ്ങനെയാണ് അവ വർക്ക് ചെയ്യുന്നത് നോക്കാം. മെയിൻ ആയിട്ട് എ ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺ സ്കാൻ അക്രോസ് ദ സർഫേസ് ഓഫ് എ സ്പെസിമെൻ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് അടുത്ത സ്ലൈഡിൽ പറയാം കേട്ടോ. അപ്പൊ ആദ്യം കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പെസിമെന്റെ സർഫേസ് ആണ് ഈ ഒരു ഇലക്ട്രോൺ സ്കാനർ ഉപയോഗിച്ചിട്ട്
സ്കാൻ ചെയ്യുന്നത്. സ്കാൻ ചെയ്യാൻ ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിന്റെ സർഫേസ് സ്കാൻ ചെയ്യലാണ് ഈ ഒരു സ്കാനിങ് സെമ്മിന്റെ പണി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സെം എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഉണ്ടാവുന്നുണ്ടല്ലോ, ആ ബീം ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് സർഫേസിലുള്ള ആറ്റങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ സർഫേസിലുള്ള ആറ്റങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ലാർജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള ഏരിയാസിൽ സ്കാറ്റർ ചെയ്ത് പോകും. ഓക്കെ, ഇലക്ട്രോൺസ് എന്ത് ചെയ്ത് പോകാം, ബാക്ക് സ്കാറ്റർ ചെയ്ത് പുറത്തോട്ട് പോകാം. സെക്കൻഡറി ഇലക്ട്രോൺസ് ഫോം ചെയ്യാം, ചിലത് അബ്സോർബ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെയും സ്കാറ്റർ ചെയ്യുന്ന ഇലക്ട്രോൺസും ഒക്കെ ഒരു സെക്കൻഡറി ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇലക്ട്രോൺ ബീമിനെ ഒരു സെക്കൻഡറി ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു സർഫേസ് വ്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ ഒരു സിഗ്നൽസ് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് ഒരു 3D ലൈക്ക് ഇമേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് ആക്ച്വലി അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവയുടെ കീ ഫീച്ചേഴ്സും കൂടി നോക്കിയാൽ, ഒന്നാമത് നമ്മൾ പറഞ്ഞു അവയിൽ എന്താണ്, സർഫേസ് ഇമേജ് അല്ലെങ്കിൽ ടോപ്പോഗ്രഫി ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്കാനിങ്ങിന്റെ അകത്ത് അല്ലെങ്കിൽ സെമ്മിന്റെ അകത്ത്. ഇമേജ് 3D ലൈക്ക് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ടെമ്മിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെസൊല്യൂഷൻ കുറച്ച് കുറവാണെങ്കിലും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് വളരെ ഹൈ ആയിട്ടുള്ള റെസൊല്യൂഷൻ തന്നെയാണ്. Then ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു requires a coating sample with a thin layer of metal. അത് ഗോൾഡ് പോലെയുള്ള, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗോൾഡ് പോലെയുള്ള ഒരു ചില മെറ്റൽസിന്റെ ഒരു തിൻ കോട്ടിംഗ് ആയിട്ടുള്ള സാമ്പിൾസ് ആവശ്യമാണ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ കിട്ടുന്നത്, സർഫേസ് ഒരു സെല്ലിന്റെയോ അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു മറ്റു മെറ്റീരിയൽസിന്റെയോ ലിവിങ് അല്ലാത്ത മറ്റു മെറ്റീരിയൽസിന്റെയോ എന്താ സർഫേസ് സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. അപ്പൊ ഡെഡിലാണ് സെം ചെയ്യാമെന്ന് ഓർത്ത് വെക്കും കേട്ടോ. നെക്സ്റ്റ് ടെക്സ്ചർ, ഷേപ്പ്, മോർഫോളജി ആണ് ഈ ഒരു സെമ്മിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അവ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ പോളൻ ഗ്രെയിൻസിന്റെ ബാക്ടീരിയയുടെ സർഫേസ് ചെയ്ത ഈസ്റ്റിന്റെ സർഫേസ്, പോളൻ ഗ്രെയിൻസിന്റെ എക്സ്റ്റേണൽ മോർഫോളജി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സെമ്മി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെറ്റീരിയൽ സയൻസ്, ഫ്രാക്ചേഴ്സ്, കോട്ടിങ്സിലൊക്കെയും ഈ ഒരു സെമ്മ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, ഫോറൻസിക് അനാലിസിസിന് ഈ ഒരു സെമ്മി യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇലക്ട്രോൺ സെമ്മി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഇനി നമുക്ക് അവയുടെ ആ ഒരു സ്റ്റേജസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പം ആദ്യം എന്താണ്, ഒരു ഇലക്ട്രോൺ ഗൺ ആണ്. അപ്പൊ ഇതാണ് ആ ഒരു ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഗൺ എന്ന് വെച്ചാൽ യൂഷ്വലി ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ബീം ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ സ്കാനിങ്ങിൽ നമ്മൾ ടെമ്മിനെ അപേക്ഷിച്ചിട്ട് കൂടുതലും സെമ്മിലാണ് ഒരു ഒരു ആനോഡ് ആക്ച്വലി എന്താ ഇലക്ട്രോൺ ഗണ്ണിന്റെയും കണ്ടൻസർ ലെൻസിന്റെയും ഇടയിലായിട്ടാണ് കേട്ടോ ബീം ഓഫ് ഒരു ആനോഡ് ഉണ്ടായിരിക്കുക. ആനോഡ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഈ ഒരു ബീമിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നാരോ ബീം ആക്കിയിട്ട്, അതായത് ഹൈ ബീം എന്ന് പറയുന്ന ഒരു തിക്ക് ആയിട്ടുള്ള ബീമിനെ നാരോ ബീം ആക്കിയിട്ട് കണ്ടൻസറിലോട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ആനോഡ്. ഞാനിപ്പോ ഈ ഒരു കണ്ടൻസറിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. അത് ഇൻ ബിറ്റ്വീൻ കണ്ടൻസറിന്റെയും എന്താ ബീമിന്റെയും ഇടയിലായിട്ട്, ബീമല്ല ഇലക്ട്രോൺ ഗണ്ണിന്റെയും ഇടയിലായിട്ട് നമുക്ക് സിറ്റുവേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു നാരോ ബീം ഓഫ് ലൈറ്റ് കണ്ടൻസറിലോട്ട് വന്നു. അപ്പം ഈ ഒരു കണ്ടൻസർ ലെൻസ് ആണ് ആദ്യത്തെ ലെൻസ്. അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് അല്ലെങ്കിൽ കണ്ടൻസർ ലെൻസ് എന്ത് ചെയ്യും, ഈ ഒരു എന്താ ആനോഡിലൂടെ വന്ന ആ ഒരു ബീം ഓഫ് ലൈറ്റിനെ ഫോക്കസ് ചെയ്യും. ഓക്കെ, ഫോക്കസ് ചെയ്യും, ഇലക്ട്രോൺ ബീമിനെ കൺട്രോൾ ചെയ്യും. അവയുടെ ബീമിന്റെ ഡയമീറ്റർ പിന്നീട് കൂട്ടും, റെഡ്യൂസ് ചെയ്യും. ഡയമീറ്റർ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും, ആ ഒരു ബീമിന്റെ പിന്നെയും നാരോ ആക്കും എന്നാണ് അർത്ഥം. ആനോഡ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ തന്നെ. അപ്പൊ നാരോ ആക്കിയതിന് ശേഷം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി അല്ലേ, അപ്പൊ അതിന് അടുത്തതായിട്ട് ഒരു സ്കാനിങ് കോയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സ്കാനിങ് കോയിൽ ഉണ്ടായിരിക്കും. ആ ഒരു സ്കാനിങ് കോയിൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താ, ഡിഫ്ലക്ട് ചെയ്യാനാണ്. ഈ ഒരു ബീമിനെ ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് സ്കാൻ ദ സ്പെസിമെൻസ് സർഫേസ് ലൈൻ ബൈ ലൈൻ. അതായത് ആ ഒരു ബീമിനെ ഡിഫ്ലക്ട് ചെയ്യാൻ, ഒരു പ്രോസസ് ഓർത്ത് വെക്കുക. സ്കാനിങ് കോയിൽ എന്ന് പറയുന്നത് ബീമിനെ ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്പെസിമിനും ലൈൻ ബൈ ലൈൻ ആയിട്ട് സർഫേസിലോട്ട് എന്താ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കാനിങ് കോയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്കാനിങ് കോയിൽ എടുത്തതിന് ശേഷം അടുത്തത് ഒരു ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, രണ്ടാമത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഫർദർ ഫോക്കസ്, അതായത് ഈ ഒരു ബീമിനെ, ഈ ഒരു ഡിഫ്ലക്ട് ചെയ്ത ബീമിനെ ഫർദർ സ്പെസിമെനിലോട്ട് ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, ആദ്യം ഒരു ആനോഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടൻസർ, നാരോ ബീം എന്ന് പറയുന്ന ഒരു സ്കാനിങ് കോയിലൂടെ പോകുന്നു, അത് ഒബ്ജക്റ്റീവ് ലെൻസിലോട്ട് എത്തുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് ഫർദർ ആ ഒരു ബീമിനെ ഫോക്കസ് ചെയ്ത് സ്പെസിമെനിലോട്ട് എത്തിക്കുന്നു. ഓക്കെ,
സ്പെസിമെനിലോട്ട് അവയുടെ ഡിഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ട് ബീം എന്ത് ചെയ്യും, സർഫേസിലോട്ട് ഹിറ്റ് ചെയ്യും അല്ലെ. ആ ഒരു സ്പെസിമെന്റെ സർഫേസിലോട്ട് ഹിറ്റ് ചെയ്താൽ അവിടെ ചില ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ബാക്ക് സ്കാറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചിലത് സെക്കൻഡറി ഇലക്ട്രോൺസ് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അബ്സോർബിൾ ആയിട്ടുള്ള ഇലക്ട്രോണും ഉണ്ട്, സ്കാറ്റേർഡ് ചെയ്ത ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അബ്സോർബ് ചെയ്ത ഇലക്ട്രോണിന്റെയും സ്കാറ്റർ ചെയ്ത ഇലക്ട്രോണിനെയും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു 3D വ്യൂ നമുക്ക് കിട്ടുന്നത്. സോ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ ആദ്യം ഒരു സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടറും ഉണ്ടായിരിക്കും. ആ ഒരു സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ വഴി എന്താ ഇലക്ട്രോണിനെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരു ഡിറ്റക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഡിറ്റക്ടർ എന്ന് പറയുന്നത് സിഗ്നൽ ഒക്കെ പ്രോസസ്സ് ചെയ്ത് ഒരു 3D ഇമേജ് കിട്ടുന്നു. ഓക്കെ, ഒരു 3D ഇമേജ് നമുക്ക് തരുന്നു. ഇതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സെം ആണ്, 3D വ്യൂ ആണ്, ഒരു സ്കാൻ കോയിൽ ഉണ്ട്, ആനോഡ് ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത് കാത്തോഡ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ട് പോളൻ ഗ്രെയിൻസിന്റെ ഒക്കെ ഇമേജ് ഞാൻ നേരത്തെ കണ്ട പോലെ ആ ഒരു എന്താ ഈസ്റ്റിന്റെ ഒക്കെ ഇമേജ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇതാണ് സെം. നമ്മൾ ടെം കൂടി പഠിക്കുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. ഇതാണ് നമുക്ക് ടെം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കിട്ടിയിട്ടുള്ള ഇമേജ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഇവിടെ 3D വ്യൂ അല്ല. ഇവിടെ ഇപ്പൊ മൈലൈനേറ്റഡ് ഫൈബേഴ്സും ഷ്വാൻ സെൽസും ആണ്. ഇവിടെ അൺമൈലൈനേറ്റഡ് ആയിട്ടുള്ള ആക്സോൺസ് ഉള്ള ഷ്വാൻ സെൽസും ഒക്കെയാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ രണ്ട് റീജിയൻസ് കാണുന്നില്ലേ, നല്ല ഡാർക്കർ ആയിട്ടുള്ള റീജിയൻസും ലൈറ്റ് ആയിട്ടുള്ള റീജിയൻസും. അതാണ് മെയിൻ ആയിട്ട് ടെമ്മിൽ പറയാനുള്ളത്. അതായത് ലൈറ്റ് റീജിയൻസ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള റീജിയൻസ് എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ട് മാത്രം, അതായത് ഇലക്ട്രോൺസിന്റെ അബ്സോർപ്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ലൈറ്റ് ഇലക്ട്രോൺസ് കുറച്ച് ഇലക്ട്രോണിനെ മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. പക്ഷെങ്കിൽ ഡാർക്കർ റീജിയൻസ് എന്ത് ചെയ്യാണ്, ഹെവി റീജിയൻസ് എന്ത് ചെയ്യാണ്, നല്ല ഇലക്ട്രോണിനെ നല്ല കൂടുതലായിട്ട് അല്ലെങ്കിൽ അബ്സോർബ് മോർ ഇലക്ട്രോൺ എന്ന് പറയാം. അങ്ങനെ മോർ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്മിറ്റൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് ബാൻഡും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ നൽകുന്നത്. ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, ബീം ഓഫ് ഇലക്ട്രോൺ, അതായത് ഒരു തിൻ സ്പെസിമെൻ ആണ് നമ്മൾ സെം യൂസ് ചെയ്യുമ്പോൾ 3D വ്യൂ ആണ്. അവിടെ തിൻ സ്പെസിമെൻ ഒന്നും അല്ല, അവിടെ എന്താ സെക്ഷനിങ് ഇല്ല. പക്ഷെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ടെം ആണെങ്കിൽ ഒരു അൾട്രാ തിൻ ആയിട്ടുള്ള ഡയമണ്ട് നൈഫ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള അൾട്രാ തിൻ ആയിട്ടുള്ള സ്പെസിമെനിലൂടെയാണ് നമ്മൾ ഇലക്ട്രോണിന്റെ ബീം പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺസ് ചിലത് ആ ഒരു ഇതിലൂടെ പാസ് ചെയ്ത് സ്പെസിമെനിലൂടെ പാസ് ചെയ്ത് പോകാം, ചിലത് ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട് സ്കാറ്റർ ചെയ്ത് പോകാം. അതായത് അബ്സോർബൻസ് മാറ്റമാണ്. ഹെവി റീജിയൻസിൽ അബ്സോർബൻസ് കുറവായിരിക്കും, ലൈറ്റ് റീജിയൻസിൽ അബ്സോർബൻസ് കൂടുതലായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ പാസ് ചെയ്ത് പോകും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു പാറ്റേൺ ഫോം ചെയ്യും. ഒരു ഇന്റേണൽ ഇമേജിന്റെ ഡീറ്റെയിൽഡ് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഫോം ചെയ്യും. അങ്ങനെയാണ് ടെമ്മ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജ് 2D ഇമേജ് ആണ്, ഇന്റേണൽ സ്ട്രക്ചർ ആണ്. മറ്റേത് ടോപ്പോഗ്രഫി ആണ്. സെം സർഫേസ് ഇമേജ് ആണെങ്കിൽ ഈ ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇന്റേണൽ സ്ട്രക്ചർ ആണ്, 2D ഇമേജ് ആണ്. ഓക്കെ, ത്രൂ ഉള്ളിലോട്ടാണ് പോകുന്നത്, ത്രൂ ഉള്ളിലോട്ട്, ഡി ട്രാൻസ്മിഷൻ എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എക്സ്ട്രീംലി ഹൈ റെസല്യൂഷൻ ആണ്. അതായത് ഓർഗനൽസ്, ഈവൻ വൈറസസിനെയും ഓർഗനൽസിനെയും വരെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെമ്മ് വഴി പറ്റും. പക്ഷെ അൾട്രാ തിൻ ആയിട്ടുള്ള സാമ്പിൾ പ്രിപ്പയർ ചെയ്യണം. ഇത് എന്തൊക്കെയാ കണ്ടുപിടിക്കുന്നത്? മെയിൻ ആയിട്ട് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ പോലെയുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, വൈറസസ്, പ്രോട്ടീൻസിന്റെ അറ്റോമിക് അറേഞ്ച്മെന്റ്സ്. നെക്സ്റ്റ് മെയിൻ ആയിട്ട് അതുകൊണ്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? സെൽ ബയോളജിയിലും മൈക്രോബയോളജിയിലും സെല്ലിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ടെമ്മിന്റെ യൂസസ് അല്ലെങ്കിൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ സെം പഠിച്ചതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സും കൂടി നോക്കാം. ഇത് മെഡിക്കൽ റിസർച്ചിനും കൂടി ഒരു ടെം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം തന്നെ ഇനി നമുക്ക് ടെം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സ്റ്റെപ്പ് നോക്കാം. അത് സെമ്മുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തത് ആസ് യൂഷ്വൽ ഒരു ഇലക്ട്രോൺ ഗണ്ണാണ് അല്ലെ. അതായത് ഹൈ എനർജി ഇലക്ട്രോൺ ബീം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്യാണ്. ഇതാണ് ഇലക്ട്രോൺ ഗണ്ണ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്ന ബീം, ആ ഒരു ബീമിനെ എന്ത് ചെയ്യണം, നമുക്ക് നാരോ തിൻ ആയിട്ടുള്ള ഇലക്ട്രോൺ ബീം ആക്കിയിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യണം അല്ലെ.
അങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻസർ ആണ്. ഇവിടെ ആനോഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സെമ്മിൽ നമ്മൾ ആനോഡ് പറഞ്ഞായിരുന്നു, ഇവിടെ ആനോഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു കണ്ടൻസർ, ഇതാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടൻസർ എന്ത് ചെയ്യുന്നു, ആ ഒരു ബീം ഓഫ് ലൈറ്റിനെ പാസ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നു. ഏതിലോട്ടാണ് ഫോക്കസ് ചെയ്യിക്കുന്നത്, സ്പെസിമെനിലോട്ടാണ്. സോ ഇവിടെ അറേഞ്ച്മെന്റ് മാറ്റമാണ്. കണ്ടൻസർ ലെൻസ് കഴിഞ്ഞ പാടാണ് നമ്മൾ സ്പെസിമെൻ വെക്കുന്നത്. അപ്പൊ എടുക്കുന്ന സ്പെസിമെൻ എന്ന് പറയുന്നത് അൾട്രാ തിൻ ആയിട്ടുള്ള സ്പെസിമെൻ ആയിരിക്കണം. അൾട്രാ തിൻ, ഒരു ഡയമണ്ട് നൈഫ് യൂസ് ചെയ്തിട്ട് വെക്കുന്ന അൾട്രാ തിൻ ആയിട്ടുള്ള സ്പെസിമെൻ ആയിരിക്കണം. ആ ഒരു സ്പെസിമെനിലൂടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടൻസർ ലെൻസിൽ നിന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് പാസ് ചെയ്യാണ്. അങ്ങനെ പാസ് ചെയ്ത് പോകാം. ചിലത് അതിലെ അബ്സോർബ് ചെയ്യാം അല്ലെ, ആ ഒരു സ്പെസിമെനെ അബ്സോർബ് ചെയ്യാം, ചിലത് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, ചിലത് അബ്സോർബ് ചെയ്യുന്നു, ചിലത് ട്രാൻസ്മിറ്റും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടം വരെ എത്തിയായി നമ്മുടെ പ്രോസസ്സ്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുന്നത്. ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ്, സ്പെസിമെന്റെ താഴെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുന്നത് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഇമേജിനെ, അതായത് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ഇമേജിനെ, സ്പെസിമെനിൽ നിന്ന് അല്ലെങ്കിൽ സ്പെസിമെന്റെ ആദ്യത്തെ ഇമേജ്, ആദ്യത്തെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഒരു ഇന്റർമീഡിയറ്റ് ലെൻസ് ഉണ്ട്. ഓക്കെ, അത് ഫർദർ പിന്നെയും മാഗ്നിഫൈ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെമ്മിലെ മാഗ്നിഫിക്കേഷൻ പവർ സെമ്മിനേക്കാളും കൂടുതലാണ്, റെസൊല്യൂഷൻ സെമ്മിനേക്കാളും കൂടുതലാണ്. അതിന്റെ കാരണം അതിന് കുറെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെൻസസ് ഉണ്ട്. ഓക്കെ, ഫർദർ ഈ ഒരു ഇന്റർമീഡിയറ്റ് ലെൻസ് എന്ത് ചെയ്യുന്നു, അതിനെ മാഗ്നിഫൈ ചെയ്യുന്നു. ഇതാണ് ഇന്റർമീഡിയറ്റ് ലെൻസ്. അത് കഴിഞ്ഞ് ഒരു പ്രൊജക്ടർ ലെൻസ് ഉണ്ട്. അതായത് ഇന്റർമീഡിയറ്റ് ലെൻസിലൂടെ വരുന്ന ഒരു ഇമേജിനെ എൻലാർജ് ചെയ്തിട്ട് സ്ക്രീനിലോട്ട് കാണിക്കുന്നതാണ് പ്രൊജക്ടർ ലെൻസ് എന്ന് പറയുന്നത്. എൻലാർജ് ചെയ്ത് സ്ക്രീനിലോട്ട് കാണിക്കുന്നതാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊജക്ടർ സ്ക്രീനിലോട്ട് കാണിക്കുന്നില്ലേ, ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്, അല്ലെങ്കിൽ ഒരു ക്യാമറ. അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു 2D ഇമേജ് ആണ്. ഓക്കെ, 2D ഇമേജ് ആണ് ടെം വഴി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ സെൽ ബയോളജിയിലും സെല്ലിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഒരു ടെമ്മിന്റെ സ്റ്റെപ്പ് ആണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സെമ്മും ടെമ്മും കമ്പയർ ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെം എന്താണെന്നും കൂടി ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. സ്റ്റെമ്മിന്റെ ഫുൾ ഫോം സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. അതായത് ഒരു ഹൈബ്രിഡ് ടെക്നിക് ആണ്. സെമ്മിന്റെയും ടെമ്മിന്റെയും രണ്ട് ഫീച്ചറും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് ടെക്നിക് ആണ് സ്റ്റെം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് സെമ്മിൽ ഉള്ളത് പോലെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ ബീം പാസസ് ത്രൂ ദ സാമ്പിൾ ലൈക്ക് ടെം. ടെമ്മിലുള്ള പോലെയാണ് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത്. സെമ്മിലുള്ള പോലെ ഒരു ആനോഡ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കിയാൽ ഒരു ഇലക്ട്രോൺ ഗണ്ണ്, ഒരു കാത്തോഡ് പോസിറ്റീവ് ചാർജിലെ ഇലക്ട്രോൺ ഗണ്ണ് ഉണ്ടായിരിക്കും. അതൊരു ആനോഡിലൂടെ കടത്തിവിടുന്നുണ്ട്. ഇലക്ട്രോൺസ് ഹൈ എനർജി ആക്കാൻ വേണ്ടിയിട്ട്, ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ ഫർദർ കണ്ടൻസറിലോട്ട് കൊടുക്കുന്നു. കണ്ടൻസർ എന്ന് പറയുന്നത് ആ ഇലക്ട്രോണിനെ ഫോക്കസ് ചെയ്ത് അത്രയും നാരോ ആയിട്ടുള്ള ബീം ആക്കിയിട്ട് മാറ്റുന്നു. അത് ഒരു സ്കാനിങ് കോയിലൂടെ, സെമ്മിലുള്ള പോലെ ഒരു സ്കാനിങ് കോയിലൂടെ കടത്തിവിടുന്നുണ്ട്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആ ഓരോ സ്പെസിമെനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്പെസിമെനിലോട്ട് എത്തും. അൾട്രാ തിൻ ആയിട്ടുള്ള സ്പെസിമെൻ ആണ്. ഓക്കെ, ടെമ്മിലുള്ളത് പോലെ അൾട്രാ തിൻ ആയിട്ടുള്ള സ്പെസിമെനിലൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതിനുശേഷം ടെമ്മിലുള്ളത് പോലെ ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുന്നു. ഫോക്കസസ് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺ, സ്പെസിമെനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോണിനെ ഫർദർ ഫോക്കസ് ചെയ്യുന്നു. ഫോക്കസ് ചെയ്ത ആ ഒരു ഇമേജിനെ, സ്പെസിമെന്റെ തൊട്ട് താഴെ ഒരു ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ ഡിറ്റക്ട് ചെയ്യാൻ അത് 3 രീതിയിലുള്ള ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം. ബ്രൈറ്റ് ഫീൽഡ് ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം, ഡാർക്ക് ഫീൽഡ് ആയിട്ടുള്ള ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈ ആംഗിൾ ആനുലാർ ഡാർക്ക് ഫീൽഡ് ആയിട്ടുള്ള ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ ഡിറ്റക്ടർ യൂസ് ചെയ്ത് സ്പെസിമെനിൽ നിന്നുള്ള ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്ത് അവസാനം അത്രയും ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഒരു സിഗ്നൽ യൂസ് ചെയ്തിട്ട് ഇമേജ് ഫോർമേഷൻ നടത്തുന്നു. ഇതാണ് സ്റ്റെം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മൈക്രോസ്കോപ്പിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഒരു 20 മിനിറ്റിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക. ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒപ്പം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.